നമ്മളിപ്പോൾ ഉള്ളത് വേറൊരു സ്ഥലത്താണ്. ഞങ്ങളിവിടെ മിനിഞ്ഞാന്ന് വൈകിട്ട് വന്നതാണ്. എന്നിട്ട് നമ്മൾ ഇന്ന് രാവിലെ പോകും. അപ്പം മിനിഞ്ഞാന്ന് വൈകിട്ടും ഇന്നലെ രാത്രിയും നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. എവിടെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത വീടിൻ്റെ പുറത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഈ കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ വീട് കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇവിടുത്തെ പുറം ഭാഗമൊക്കെ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഞാനും ബിബിനും കൂടെ ഒന്ന് നടക്കാൻ പോവുകയാണ്. അപ്പം നടക്കുന്ന വഴികളും ഒക്കെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീടിനകത്തോട്ട് പോയിട്ട് വീട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത വീട്. നമ്മൾ 3 ഫാമിലിയുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതൊരു ഫാം ഹൗസാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനുള്ള പ്രോപ്പർട്ടി ദേണ്ട് ഇങ്ങനെ ഇരിക്കും. സി, ദിസ് ഇസ് എ ഫാം ലാൻഡ്. ഇവിടെ ഫുൾ ഫാമാണ്. ഇത് ഗോതമ്പ് കൃഷിയാണ് കേട്ടോ. അപ്പം ഞാനിപ്പം നിങ്ങളോട് സംസാരിച്ചത് ഈ കസേര ഇരുന്നിട്ടാണ്. ഇത് ഫയർ പിറ്റിൻ്റെ സ്ഥലമാണ്. നമ്മളിവിടെ ഫയർ പിറ്റൊന്നും ചെയ്തില്ല. ഇന്നലെ രാത്രി ഇവിടെ ഭയങ്കര മഴയായിരുന്നു. എൻ്റെ അമ്മവും ഭയങ്കര ഇടിമിന്നലും മഴയൊക്കെ ആയിട്ട്. ഇത് മൊത്തം ഒരു ഫാം, എത്രയോ ഏക്കേഴ്സിൻ്റെ ഫാമാണ്. അവിടെ ഒരു വീടുണ്ട് കേട്ടോ. ആകപ്പാടെ ഞങ്ങൾ ഈ 2 ദിവസം സ്റ്റേ ചെയ്തല്ലോ. ഈ 2 ദിവസത്തിൽ നമ്മൾ 1-2 കാറൊക്കെ ഇതുവഴി പോകുന്ന കണ്ടുള്ളൂ. വേറെ ഒറ്റ മനുഷ്യനെയും കണ്ടിട്ടില്ല. അവിടെ ഞാനൊരു വീട് കാണിച്ചില്ലേ, ആ വീട്ടിലോട്ട് ഒരു കാറ് പോകുന്ന കണ്ടു. ഒരു ഹസ്ബൻഡും വൈഫാന്ന് തോന്നുന്നു. അവർ രണ്ടും കൂടെ കാറിലോട്ട് പോയി ആ വീട്ടിലോട്ട് അവർ കയറുന്നുണ്ട്. അതല്ലാണ്ട് ഇതിൻ്റെ ഒരു 50 ഏക്കർ ചുറ്റളവിൽ വേറെ വീടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഹോം ടൂർ ഞാൻ തരാം, വീടിൻ്റെ അകം ടൂർ ഞാൻ തരാം. എന്നിട്ട് അവിടെ എന്താണെന്നറിയോ, അത് നിങ്ങളെ കാണിച്ചു തരാം. സോയാബീൻ കണ്ടിട്ടുണ്ടോ? സോയാബീൻ കൃഷിയാണ് അവിടെ. സോയാബീൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. ഇതാണ് സോയാബീൻ ചെടികൾ കണ്ടോ. ഇത് ഫുൾ സോയാബീൻ ഫാമാണ്, ഫുൾ ഓഫ് സോയാബീൻസ്. അപ്പോൾ ഇതിൽ സോയാബീനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, ചെറിയ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വേണ്ട ബിബിൻ വരുന്നുണ്ട്. ബിബിൻ ഇറങ്ങിക്കണ്ട. ബിബിൻ അവിടെ ഇറങ്ങി ഷൂസ് ഇടുന്നു. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ നടക്കാൻ പോവാണ്. നമ്മൾ അങ്ങോട്ട് നടക്കാൻ പോവാണ്. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും പതുക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ എടുത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് വ്ളോഗ് ചെയ്യണം. അപ്പോൾ നമുക്ക് രാവിലെ നടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ബിബിൻ എൻ്റെ കൂടെ നടക്കാൻ വരുവാണേ. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞങ്ങൾ ഇതുവഴി നടക്കാൻ പോയി. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും അങ്ങനെ വ്ളോഗൊന്നും ചെയ്തില്ല. ജസ്റ്റ് നമ്മളിവിടെ ചില്ല് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ നടക്കാൻ പോയപ്പോൾ അങ്ങോട്ട് കുറേ ഒരു 1/4 മണിക്കൂർ താഴോട്ട് നടന്ന് കഴിയുമ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇവിടെ കുറേ ഇങ്ങനെ അബാൻഡൻഡ് ആയിട്ടുള്ള കുറേ വീടുകളൊക്കെ ഞാൻ കണ്ടേ. അബാൻഡൻഡ് ആയിട്ടുള്ള വീടുകളും ഒരു കൈൻഡ് ഓഫ് ജങ്ക് കാറുകളൊക്കെ ഇല്ലേ, ഇഷ്ടംപോലെ കാറുകൾ, പഴയ കാറുകൾ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ. അതൊക്കെ എന്തുവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് അങ്ങോട്ട് താഴോട്ട് നടന്നു പോയിട്ട് അങ്ങനെ എനിക്ക് പേടി വന്ന ഒരു വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു വീടല്ല, ഇവിടെ കുറേ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ താഴോട്ടൊക്കെ ഉണ്ട്. ഇതിപ്പം നമ്മൾ ഇതുവഴിയൊക്കെ 3ാമത്തെ തവണയാണ് നടക്കുന്നത്. ആദ്യത്തെ ദിവസവും നടന്നു, ഇന്നലെയും നടന്നു. ഇത് നമ്മുടെ ലാസ്റ്റ് നടത്തമാണ് ഇതുവഴി. ഈ സൈഡിൽ കൂടെ, പിന്നെ ഈ റോഡിന്റെ മറ്റേ സൈഡിൽ കൂടെ, എല്ലാ സൈഡിൽ കൂടെ നമ്മൾ പോയി കേട്ടോ. അപ്പം അങ്ങ് ദൂരെ ഒരു കെട്ടിടം, ഇത് കണ്ടോ, ഈ കെട്ടിടം അതൊരു കോഴി ഫാമാണ് കേട്ടോ. ഫുള്ളും കോഴികളെ വളർത്തുന്ന സ്ഥലം. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് കണ്ടുപരിചയം ഉണ്ടായിരിക്കും അല്ലേ, ഇത് ചോളമാണ്. അപ്പൊ ഈ ഒരു ചുറ്റുവട്ടത്തും മെയിനായിട്ടും ചോളവും പിന്നെ ഞാൻ കാണിച്ചിട്ട് അത് സോയാബീനാന്ന് പറഞ്ഞെങ്കിലും പക്ഷെ അതും ചോളമായിരുന്നു കേട്ടോ. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ചോളമാണെന്ന് മനസ്സിലായത്. അപ്പൊ സോയാബീനും ചോളവും പിന്നെ ഗോതമ്പും, അത് 3 കാര്യങ്ങളാണ് ഇവിടെ കണ്ടത്. ഇന്ന് നമ്മൾ ഇവിടം വരെ വന്നോളൂ അല്ലേ. പക്ഷെ നമ്മളിങ്ങനെ പതുക്കെ നടന്നു, അവരുമായിട്ട് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒട്ടും നടക്കുന്നില്ല. നമ്മൾ ഒറ്റയ്ക്ക് നടക്കും, നമ്മൾ ഭയങ്കര സ്പീഡ് നടക്കത്തില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ അബാൻഡൻഡ് ആയിട്ടുള്ള സ്ഥലം കാണിച്ചു തരാം. ആദ്യം തന്നെ കണ്ടില്ലേ, ഒരു കാർ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഈ ഒരു കെട്ടിടം കാണാം കേട്ടോ. ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഞാനിത് കഴിയുമ്പോൾ ഒരു വീട് കാണിച്ചു തരാം. ആ വീട്ടുകാരുടെ പണ്ടത്തെ ബാണായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എൻ്റെ ഒരു നിഗമനങ്ങളാണ് കേട്ടോ. എന്തായാലും ഇതും ഒരു അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു പഴയ ഒരു കെട്ടിടമാണ്. അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു കേട്ടോ. എന്ന് വെച്ചാൽ നടക്കുമ്പോഴല്ല, നടന്നപ്പോഴത്തേനും ഇങ്ങനെ 3-4 കെട്ടിടങ്ങളെ കണ്ടുള്ളൂ. പക്ഷേ മിനിഞ്ഞാന്ന് നമ്മളിങ്ങനെ കാറിൽ ഇതുവഴിയൊക്കെ പോയപ്പോഴത്തേനും
കുറേ ഇങ്ങനത്തെ കെട്ടിടങ്ങളും ആ കെട്ടിടങ്ങളുടെ അടുത്ത് തന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഒരു RV വരെ ഇവിടെ ഉണ്ട്. കണ്ടോ? അബാൻഡൻ ചെയ്തിട്ടേക്കുന്നത്. കാറും ട്രക്കും RVയും എല്ലാം അബാൻഡൻഡ് ആയിട്ട് വീടൊക്കെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള സ്ഥലങ്ങൾ. അപ്പം ഞാൻ ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ ഇതിൽ നിന്നെങ്ങാനും ആരെങ്കിലും ചാടി ഇറങ്ങി വരുമോ എന്നൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. പക്ഷേ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിവേ നമ്മൾ ഇതുവഴിയൊക്കെ നടന്നു തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടം നമ്മൾ ഇപ്പം ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അങ്ങനെ പ്രശ്നമുള്ള സ്ഥലമൊന്നും ആയിരുന്നില്ല. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെയൊക്കെ ആൾക്കാർ പ്രോപ്പറായിട്ട് താമസിച്ചിരുന്ന സ്ഥലമായിരിക്കാം. പക്ഷേ ഇതൊന്നും നമുക്കിപ്പോൾ സിറ്റി സൈഡിലോട്ടൊക്കെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ സാധനമൊക്കെ മേടിക്കാൻ പോകണമെങ്കിൽ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പം ഏകദേശം ഒരു അരമണിക്കൂറല്ല 40 മിനിറ്റിന് അടുപ്പിച്ച് നമ്മൾ ഒരു പ്രോപ്പർ ടൗൺ എത്തണമെങ്കിൽ അത്രയും ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളും അത്ര ആക്സസിബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ അങ്ങനെ അല്ലാത്തതായതുകൊണ്ട് ഇവിടുത്തെ അടുത്ത ജനറേഷനൊക്കെ ആയപ്പോഴത്തേനും ചിലപ്പം അവർ ഈ സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം. ഞാൻ ഈ ക്യാമറ എന്താ താഴെക്കൂടെ ഓടിച്ചത് എനിക്ക് മനസ്സിലായില്ല. എനിക്കൊന്ന് ആ പൂക്കൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ക്യാമറ താഴെക്കൂടെ പോയതാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഓരോ നിഗമനങ്ങളാണ് കേട്ടോ. എന്തായാലും ഇത് പണ്ട് ഇവിടെ ആരെങ്കിലുമൊക്കെ താമസിച്ചിട്ടുണ്ടായിരിക്കാം. ഈ വീടിൻ്റെ ബാണായാണ് നമ്മൾ അടുത്ത് കണ്ട ആദ്യമേ ഞാൻ കാണിച്ച ഒരു പഴയ കെട്ടിടം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒത്തിരി കാറുകളൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ പ്രോപ്പറായിട്ടുള്ള കാരണങ്ങൾ എന്താണ്? ഇതൊക്കെ എന്താണ് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടത്? ഈ വീട് എന്താണ് ഉപേക്ഷിക്കപ്പെട്ടത്? ഓരോ വീടിൻ്റെ ഹിസ്റ്ററി എന്താണ് എന്നൊന്നും എനിക്ക് ചോദിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും നമുക്കിവിടൊന്നും ആരെയും കാണാനൊന്നുമില്ല. ഒറ്റ മനുഷ്യനെ നമ്മൾ ഈ വഴിയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഈ വീട് കുറച്ചൊരു പുതിയ വീട് പോലെ ഉണ്ട്. പക്ഷേ എങ്കിലും അവിടെയും ആരും താമസം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇപ്പം ഈ ഗോതമ്പ് പാടത്തിലെ ഈ ഗോതമ്പൊക്കെ കണ്ടിട്ട് ഏകദേശം ഇങ്ങനെ ഗോതമ്പ് കൊയ്യാനായിട്ട് ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതും എൻ്റെ നിഗമനമാണ്. ഞാൻ ഇതുവരെ ഗോതമ്പ് കൃഷിയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഗോതമ്പ് പാടത്തെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല. എല്ലാം എൻ്റെ ഓരോ നിഗമനങ്ങൾ. അപ്പം ഇതുവഴിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ മൊത്തം എൻ്റെ ചിന്തകൾ മൊത്തം ഇവിടെയൊക്കെ ആരായിരിക്കും താമസിച്ചിരുന്നത്? ഈ വീടൊക്കെ എന്തായിരിക്കും ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടത്? ഇങ്ങനെ 100 ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ പോകുമായിരുന്നു. ഒരാളെയെങ്കിലും എവിടെയെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമല്ലോ എന്നുള്ള ചിന്തകളൊക്കെ ആയിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ? ഇതും വീണ്ടും അബാൻഡൻഡ് ആയിട്ടുള്ള വീടാണ് കേട്ടോ. അങ്ങനെ അതൊരു അബാൻഡൻ വീടായി മാറും. കാരണം ആ വീടൊക്കെ അബാൻഡൻഡാ. ഇത് ആക്റ്റീവാന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ആ ഒരു ഏരിയ വിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒരു 5 മിനിറ്റ് ഫ്രണ്ടിലോട്ട് കടന്നപ്പോഴത്തേനും ഈ ഒരു സ്ഥലമൊക്കെ അത്യാവശ്യം നല്ല വീടുകളൊക്കെ അത്യാവശ്യം മെയിൻറ്റൈൻഡ് ആണ്. അപ്പം നമ്മൾ ഇതുവഴി ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഈ വീട്ടിൽ നിന്ന് ഈ ഫ്രണ്ടിൽ കാണുന്ന വീട്ടിൽ നിന്നുള്ള ഒരു പുള്ളിക്കാരി ഇറങ്ങി വന്നു കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരി എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇവിടെ നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് ആ വീട്ടിലെ ഒരു പുള്ളിക്കാരി വന്നിട്ട് ചോദിച്ചു നമ്മളിങ്ങനെ വഴി തെറ്റി നടക്കാൻ ഇറങ്ങിയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചു അവരുടെ വീടും അവരിങ്ങനെ താമസിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലെ ആൾക്കാരാണ്, അവരുടെ ഗസ്റ്റുകളാണ് നമ്മളിങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അല്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞാൻ അവരോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. ഒരു സ്ഥലത്തെത്തിയാൽ അവിടെ എന്താണ് സംഭവങ്ങൾ, കാരണം ഇവിടെ നമ്മൾ അധികം ആൾക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ അറിയാണ്ട് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അപ്പോൾ ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട് ആരുടെയാണെന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾ താമസിച്ച വീടുണ്ടല്ലോ, കാണിച്ചു തരാം. നമ്മൾ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ആ വീട് കാണിച്ചു തരാം അതിൻ്റെ അകം. അപ്പോൾ ആ വീടെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എയർബിഎൻബി തന്ന ആൾക്കാരുടെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ പ്രോപ്പർട്ടിയാണ്. അവരുടെ ആൻസിസ്ട്രൽ ഹോമാണ്. അപ്പോൾ അവരും വേറെ വീട് വെച്ച് മാറി, അവരുടെ പേരൻസിനും വേറെ വീടുണ്ട്. പക്ഷെ അവരിങ്ങനെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കും, നല്ല സെറ്റപ്പാക്കി. അപ്പോൾ ഏകദേശം നമ്മൾ താമസിക്കുന്ന വീടിന് 200 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ അവരിങ്ങനെ എയർബിഎൻബിക്ക് കൊടുക്കുവാണ്, ഫാം ഹൗസ് സ്റ്റേ ആയിട്ട്. നമ്മളിപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ഇതുവഴി നടന്നു കേട്ടോ. ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ ചുറ്റി. അപ്പം എന്നെ ഇടയ്ക്ക് ഒരു പുള്ളിക്കാരി എന്നോട് വന്നിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞില്ലേ, അവരെ അല്ലാണ്ട് ഒറ്റ മനുഷ്യരെ നമ്മളിവിടെ കണ്ടിട്ടില്ല. ഇന്നലെയൊക്കെ നമ്മൾ ഫുൾ ടൈം വീടിനകത്ത് തന്നെയായിരുന്നു കേട്ടോ, എവിടെയും പോയില്ല. എന്ന് വെച്ചാൽ പുറത്ത് സ്ഥലമൊന്നും കാണാനും ഒന്നും പോയില്ല. ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. മിനിഞ്ഞാന്ന് പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു, ചിക്കനും ഒക്കെ സാധനങ്ങൾ. കാരണം ഇന്നലെ ജൂലൈ 4 അമേരിക്ക ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. അപ്പോൾ ഇവിടെ കടകളൊന്നും തുറക്കത്തില്ല. കാരണം നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് വന്നിട്ട്
ഇന്നലെ നമ്മൾ ഫുൾ കുക്കിംഗ് ഒക്കെ ചെയ്തു. വീടിനകത്ത് തന്നെ ഇരുന്നു. പിന്നെ വീടിനകത്ത് തന്നെ ഇരുന്നു വെച്ചാൽ പറമ്പിൽ കൂടെ ഒക്കെ നടന്നു. അതല്ലാണ്ട് ടൗണിലോട്ടൊന്നും പോയില്ല. ഇനി ഇവിടെ അങ്ങനെ വലിയ ടൗണൊന്നും ഇല്ല. നമ്മളതിൻ്റെ മിനിഞ്ഞാന്ന് സാധനം മേടിക്കാൻ പോയപ്പോഴത്തേനും ഒരു 40 മിനിറ്റ് മാറിയിട്ടാണ് എന്തെങ്കിലും ടൗണൊക്കെ ഉള്ളത്. അതുവരെ അങ്ങനെ വലിയ കടകളൊന്നുമില്ല. അപ്പോൾ ഇന്നലെ അങ്ങനെ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. നമ്മൾ എന്നിട്ട് രാവിലെ ഞാനൊന്നും കഴിക്കുന്നില്ല. ഒരു ബ്രഞ്ച് പോലെ എന്തെങ്കിലും പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കും. എന്നിട്ട് നമ്മൾ പിരിയും. അതാണ് നമ്മുടെ പ്ലാൻ. വിപിൻ്റെ പൊടി പോലും ഇല്ല കേട്ടോ. വിപിനങ്ങ് ഓടി വീട്ടിലെത്തിയെന്ന് തോന്നുന്നു. ഇപ്പം ഞാനും കുറേ ഗോതമ്പ് പാടവും ഈ റോഡും ഈ മരങ്ങളും മാത്രം ഇല്ല. എൻ്റെ ബിബിനങ്ങനെ എന്നെ ഉപേക്ഷിച്ച് പോകത്തില്ല. വേണ്ട വരുന്നുണ്ട് എന്നെ കാണാഞ്ഞിട്ട്. ഓടിച്ചെന്നാ ബഗ്ഗോ? എൻ്റെ അടുത്തോട്ട് പോലും ഒന്നും വന്നില്ല. വിപിനെ ഏതൊരു ബഗ് ഓടിച്ച് അവിടം വരെ എത്തിച്ചെന്ന് പറയുന്നു. ഞാൻ ഒരെണ്ണത്തെ പോലും കണ്ടുപോലുമില്ല. എന്നെ ഒന്നും കടിച്ചിട്ടില്ല കേട്ടോ. വിപിന് ആദ്യത്തെ ദിവസം തന്നെ എന്തോ ഒരു സാധനം കടിച്ച്. കുഴപ്പമൊന്നുമില്ല. ഈ ഫാം ഏരിയ ആയതുകൊണ്ട് ഇങ്ങനത്തെ പ്രാണികളൊക്കെ കുറേ കാണുമല്ലോ. അതാണ്. എൻ്റെ മുഖം ഫുൾ ടാനായി. അപ്പോൾ എനിക്കൊന്ന് അതായിരിക്കും നമ്മുടെ എയർബിഎൻബി, നമ്മുടെ ഓണേഴ്സിൻ്റെ വീട് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കണ്ട ആ ലേഡി പറഞ്ഞതനുസരിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ള വീടാണ് നമ്മുടെ ഓണേഴ്സിൻ്റെ വീട്. അപ്പോൾ ഇതായിരിക്കും അവരുടെ വീട്. എൻ്റെ അമ്മ വേർത്ത് കുളിക്കുക കേട്ടോ. വേർത്ത് കുളിക്കുക. 10-15 വർഷത്തിനിടയിൽ ഈ ഒരു ഏരിയയിൽ, പെൻസിൽവേനിയ ഫിലഡൽഫിയയിൽ ഏരിയയിലൊക്കെ വന്നിട്ടുള്ള ഏറ്റവും കൂടിയ ചൂടുള്ള സമയമാണിതെന്നാണ് പറയുന്നത്. ഓ മൈ ഗോഡ്. മിനിഞ്ഞാന്നൊക്കെ ചൂടെടുത്തിട്ട് നമ്മളങ്ങ് കരിഞ്ഞു പോയി. എൻ്റെ മുഖമൊക്കെ 2 ദിവസം കൊണ്ടങ്ങ് വല്ലാണ്ടങ്ങ് ടാൻഡായി. ഇപ്പോഴും ഭയങ്കര ചൂടാണ്. സൺലൈറ്റ് ഇല്ല, പക്ഷേ ഭയങ്കര ഒരു ചൂട്. നമ്മൾ താമസിച്ച എയർബിഎൻബി കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മളവിടെ എത്തട്ടെ. എന്നിട്ട് നമുക്ക് ഹോം ടൂർ തുടങ്ങാം. കുറേ നേരമായല്ലേ നിങ്ങളെ ഞാൻ പറഞ്ഞു പറ്റിക്കുന്നു. പക്ഷേ ഞാൻ അവിടെ എത്തണ്ടേ ഗൈസ്. ഞാൻ ഈ വഴി മൊത്തം നടന്നെത്തണ്ടേ. നമ്മൾ ഈ വീട് മൊത്തം നമ്മൾ ആ വീടിൻ്റെ ബാക്കിൽ കൂടെ ആട്ടോ കാണുന്നത്. ഈ ഈ വഴി കൂടെ നടന്ന് കറങ്ങി നടന്ന് അങ്ങനെ കറങ്ങി അങ്ങ് ദൂരെ കറങ്ങി ഈ റോഡിൽ എത്തിയത്. സത്യം പറഞ്ഞാൽ ഹോം ടൂറൊക്കെ തരാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നമ്മൾ വന്ന ഉടനെ തരണം. അപ്പം അവർ വീടൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി വെച്ചേക്കുമായിരിക്കുമല്ലോ. അപ്പം അതുപോലെ കാണിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ 2 ദിവസം ഇവിടെ നിന്ന കാരണം എല്ലാത്തിൻ്റെയും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു കാണും. ബെഡ്ഷീറ്റിൻ്റെയൊക്കെ പരിവൊക്കെ കുറച്ച് മാറിക്കാണും. കാരണം അത്രയ്ക്ക് ക്ലീനായിട്ട് ഇനി കാണിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഞാൻ വിചാരിക്കും വരുന്ന ഉടനെ ഹോം ടൂർ എടുക്കണമെന്ന്. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വരുമ്പോഴത്തേനും നമുക്ക് ആ വീട് കാണാനും സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നു. അപ്പം നിങ്ങളത് ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ 200 വർഷം പഴക്കമുള്ള ഈ ഫാം ഹൗസിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നടന്നെത്തട്ടെ. ഇതാണ് നമ്മുടെ ആ വീട്, നമ്മൾ താമസിച്ച വീട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ മുകളിലോട്ടുള്ള പടികൾ. സ്റ്റെപ്പ് കയറട്ടെ. സ്റ്റെപ്പ് കയറി ഈ വീട്ടിൽ നമ്മളെത്തുന്നു. എന്നിട്ട് ഞാനിനി പോയിട്ട് ആ കസേര അങ്ങ് ഇരിക്കാൻ പോവാണ്. 2 കസേരകളുണ്ട് ഇവിടെ. സോ ബ്യൂട്ടിഫുൾ ആട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഈ കസേര ഇരുന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഉള്ള കാഴ്ച എന്താണ്? ഈ ഒരു നെൽപ്പാടം അല്ലല്ലോ, ഗോതമ്പ് പാടം, ചോളം പാടം എല്ലാം ഉണ്ട്. പിന്നെ ഇവരുടെ ബാണുണ്ട്. വാവ്, സോ ഗുഡ്. നമ്മളെല്ലാവരും പറയുമായിരുന്നു ഇനി ഇവിടെ വരണം, ഇനി ഇവിടെ വന്ന് താമസിക്കണം എന്നൊക്കെ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. വീടിൻ്റെ ഫ്രണ്ടിലത്തെ വരാന്തയുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഉള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ. എന്നിട്ട് നമുക്കിനി ഇവിടുന്ന് എഴുന്നേക്കാം. അപ്പം ഞാനിരുന്ന കസേരയിൽ നിന്ന് ഞാൻ ചാടി എഴുന്നേറ്റിട്ട് നമ്മൾ ഈ ഡോറ് തുറക്കാൻ പറ്റത്തില്ല. ഇതെന്താ സംഭവം എന്നറിയത്തില്ല. അവർ ഈ ഫ്രണ്ട് ഡോറ് ഭയങ്കര ലോക്ക്ഡാണ്. ഇത് എനിക്ക് പെർമനൻ്റ് ആയിട്ട് അവർ ലോക്ക് ചെയ്ത് വെച്ചേക്കുവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എന്തായാലും ഈ ഡോറ് വഴി നമുക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ നമ്മളിവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ ഡോറ് വഴി നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വീണ്ടും ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോവുക. സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ പോകുമ്പോഴത്തേനും
ഇതാണല്ലോ വീട്. വീടിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഇത് അവരുടെ ബേസ്മെൻറ്റിലോട്ടുള്ള എൻട്രൻസ് ആണെന്നാണ് തോന്നുന്നത്. ഇതും പക്ഷേ ലോക്ക്ഡാണ്. ഇത് നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. ഇത് അവരുടെ ബേസ്മെൻ്റ് ആണ്. ഇതാണ് വീട്, ഇതതിൻ്റെ ബേസ്മെൻറ്റ്. അവിടെ നമുക്ക് കയറാൻ പറ്റിയില്ല. ഇവിടെ രണ്ട് ഇങ്ങനെ ഓക്ക് ട്രീസാണ്. ഇത് 2 ഓക്ക് മരങ്ങളുണ്ട്, സെയിം ലെവലിൽ വെച്ചേക്കുന്ന കേട്ടോ. എന്നിട്ട് അതാണ് നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ. അപ്പം നമ്മൾ ഇന്നലെ രാത്രിയും മിനിഞ്ഞാന്നുമൊക്കെ, ഇന്നലെ രാത്രി മഴ പെയ്യുന്നതിന് മുന്നേയും മിനിഞ്ഞാന്നൊക്കെ നമ്മൾ അവിടെ ഇരുന്നു. അയ്യോ എന്ത് രസമായിരുന്നു അറിയോ. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇവരുടെ ഒരു എന്താ പറയുന്ന സൈഡിലെ ഒരു ബാക്ക് ഏരിയ. ഇവിടെ ഇവരിങ്ങനെ മേശയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചായിരുന്നേ. കണ്ട ഇവിടെ കുറേ ഭംഗിയുള്ള ചെടികളൊക്കെ അവർ വെച്ചേക്കുന്നുണ്ട്, പൂക്കളുള്ള. എന്ത് രസമാണ് നോക്ക്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ അവരൊരു ഗ്രില്ലിങ് സംഭവം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്തില്ല. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് ഇതുവഴി കയറാം. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ഹോം ടൂർ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഡോറ് തുറന്നിട്ട് നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഈ കാണുന്നത് കിച്ചണാണ്. കിച്ചൺ അത്യാവശ്യം വലിയൊരു കിച്ചൺ. ഇവിടെ നമ്മൾ ഇന്നലെ 2 ദിവസം ഇവിടെ പെരുമാറി. അപ്പോൾ പോകുന്നതിന് മുന്നേ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഈ ഒരു ഡൈനിങ് റൂമാണ്. നമ്മുടെ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള പോലത്തെ, ഒരു തറവാട് വീട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഡൈനിങ് ടേബിളും, പിന്നെ നടുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിലൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ഡൈനിങ് ടേബിൾ. ഇവിടെ ഇരുന്നിട്ടും നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നു. പിന്നെ ഇവിടെ എനിക്ക് കണ്ടോ ഈ ഒരു അടിപൊളി ഒരു എന്താ പറയുന്നത് വോൾ പെയിന്റ് ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, അതും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഡൈനിങ് റൂമിൽ ഉണ്ടായിരുന്നത് ഈ ഒരു കബോർഡാണ് കേട്ടോ. ഈ കബോർഡിൽ നിറച്ചും ഇങ്ങനെ എന്താ പറയുന്നത് വൈൻ ഗ്ലാസ് പോലത്തെ വലിയ കുറേ ഗ്ലാസ്സുകൾ. എന്താണ് ഇവർക്ക് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാ തട്ടിലും കുറേ അങ്ങനത്തെ വൈൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വൈൻ ഗ്ലാസ് അല്ല, ഈ ടൈപ്പ് ഗ്ലാസ്സുകൾ. പിന്നെ മുകളിൽ കുറേ ലാൻറ്റേൺസ് ഒക്കെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡൈനിങ് റൂമിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കയറിയാൽ ലിവിങ് റൂമാണുള്ളത്. ലിവിങ് റൂം അത്യാവശ്യം നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് റൂം. ടിവിയും എല്ലാം ഉണ്ട്. നമ്മളിവിടെ ഇരുന്ന് ഒരു സിനിമ കണ്ടു. നമ്മളെല്ലാവരും കൂടെ ഒരു സിനിമ കണ്ടു. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയതേ ഇതാരാ ഇരിക്കുന്നത് നോക്കി. എൻ്റെ കുച്ചുപ്പി അവിടെ തണ്ണിമത്തനൊക്കെ കഴിച്ചുകൊണ്ട് കുച്ചുപ്പി അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഈ ഹോം ടൂർ കുറച്ച് ഫാസ്റ്റായിട്ടാണ് എടുത്തത്, കാരണം നമ്മൾ പോകാനായിട്ടുള്ള സമയമായി വരുമായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ പഴയ കുറേ CD VCD പ്ലെയർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ പിള്ളേർക്കുള്ള കളിക്കാനുള്ള സാധനങ്ങൾ. പിന്നെ ഇവിടുത്തെ എല്ലാ മുറിയിലും കുറേ ഇങ്ങനെ ജനലുകളുണ്ട്. ജനലിൽ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് ഈ ഫാം ഏരിയ കാണാം. അപ്പോൾ ഇതാണ് ഒരു ഒരു ലാർജ് വ്യൂ ഓഫ് ദിസ് ലിവിങ് റൂം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങിയാൽ ഈ ഒരു സ്റ്റെപ്പ് കയറാം. നമ്മൾ എന്നിട്ട് നേരെ ഇങ്ങോട്ട് പോയിട്ട് ഞാൻ നിങ്ങളെ വാഷ്റൂം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വാഷ്റൂമിൻ്റെ അങ്ങോട്ട് പോയി. പക്ഷേ വാഷ്റൂമിൽ ആരോ ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം എനിക്കവിടെ കയറാൻ പറ്റിയില്ല. അത് കാരണം നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് മുകളിലത്തെ റൂംസ് കാണാം. മുകളിൽ മെയിനായിട്ടും 4 റൂംസാണുള്ളത്. 4 റൂംസും നല്ല റൂംസായിരുന്നു. പിന്നെ മുകളിലൊരു വാഷ്റൂമും കൂടെ ഉണ്ട്. ആ വാഷ്റൂം അയ്യോ ഭയങ്കര. വാഷ്റൂമാണോ അല്ലയോ എന്ന് വാഷ്റൂമാണോ അതോ ഒരു ലിവിങ് റൂമാണോ ബെഡ്റൂമാണോ എന്നൊക്കെ തോന്നുന്നു. അതുപോലത്തെ ഒരു വാഷ്റൂമായിരുന്നു. അത് നമുക്ക് പിന്നെ കാണാം. ഇപ്പോഴും അവിടെ ആരോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ബെഡ്റൂം. അപ്പോൾ ഈ റൂമിലാണ് പിന്നെ ഞാൻ തിരിച്ചിറങ്ങിപ്പോയിട്ട് ലൈറ്റ് ഇടാൻ പോയിട്ട് പിന്നെ വന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. എല്ലാ റൂമിലും ചെറിയ 2 പേർക്ക് കിടക്കാൻ പറ്റിയ ബെഡ്റൂമായിരുന്നു. അപ്പോൾ ഈ ബെഡ്റൂമിലാണ് ഞാനും കുച്ചുവും കൂടെ കിടന്നത്. ഈ ഒരു ബെഡ്റൂമിലായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു ബെഡ്റൂം. പക്ഷേ എൻ്റെ ഉറക്കം അത്രയ്ക്ക് അങ്ങ് ശരിയായില്ല. കാരണം ഈ ഒരു ഈ ഒരു ബെഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബൗണ്ടറി ഇല്ലാത്ത കാരണം കുച്ചു ബെഡിന് താഴെ പോകുമെന്നുള്ള ഒരു ടെൻഷനിൽ എപ്പോഴും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി എനിക്ക് നേരെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജനലിൽ നിന്നൊക്കെ പുറത്തോട്ട് നോക്കിയുള്ള വ്യൂ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു റൂമിൻ്റെ ഫുൾ ഒരു എൻലാർജ്ഡ് വ്യൂ. അപ്പോൾ ഈ റൂമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി ഇനി നമുക്ക് അടുത്ത റൂം കാണാം. അപ്പോൾ അടുത്ത റൂം എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോകുമ്പോഴത്തേനും ഇത് ബങ്ക് ബെഡ്സ് ഉള്ള റൂമാണ്. 4 ബങ്ക് ബെഡ്സ്, 4 പേർക്ക് കിടക്കാൻ പറ്റിയ സൗകര്യമുള്ള റൂം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കിടന്ന റൂമാണ്. അത് കഴിഞ്ഞിട്ട് ബിബിൻ്റെ റൂമായിരുന്നു ഇത്. ബിബിൻ ഇവിടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. നമുക്ക് 3 പേർക്കും കൂടെ കിടക്കാൻ പറ്റിയ ഒരു സൗകര്യം ആ ബെഡിലില്ലാഞ്ഞുകൊണ്ട് ബിബിൻ ഒറ്റയ്ക്ക് ഈ ഒരു റൂമിൽ വന്ന് കിടന്നത്. ഇതും നല്ല ഒരു അടിപൊളി റൂം. 2 മിററൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഹായ് ഫ്രം ദ മിറർ.
അപ്പം എല്ലാ കസേരയൊക്കെ ഉണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കിവിടെ ഒന്നും അധികം നേരം ഇരിക്കാനുള്ള ഇവിടെ ഒന്നും നമ്മൾ കിടക്കാൻ മാത്രമേ മുകളിലോട്ടൊക്കെ വന്നുള്ളൂ. ബാക്കി സമയമൊക്കെ നമ്മൾ താഴെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫുൾ ടൈം കുക്കിങ്ങും പിന്നെ വർത്താനം പറഞ്ഞും പിന്നെ ടി.വി കണ്ടും ഒക്കെ ഇരുന്നു. രാത്രി കിടക്കാൻ മാത്രമേ ഈ ബെഡ്റൂമിലൊക്കെ നമ്മൾ വരാറുള്ളൂ. പിന്നെ എല്ലാ റൂമിലും ഒത്തിരി ക്ലോസറ്റ് ഉണ്ട്, കബോർഡുകളുണ്ട്. കബോർഡിലൊക്കെ നിറച്ചും എന്താ ബ്ലാങ്കറ്റ്സും ടർക്കി എല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും. ഇതൊരു ക്ലോസറ്റാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാനുള്ള ക്ലോസറ്റ്. പിന്നെ ഇവിടുന്ന് കണ്ടോ, ഇതെല്ലാം വ്യൂ എല്ലാം ഈ ഫാം ലാൻഡിൻ്റെ വ്യൂ ആണ് ഏത് ജനൽ തുറന്നാലും. അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ ഒരു വ്യൂ, ഫുൾ എൻലാർജ് വ്യൂ. ഇനി മുകളിൽ ഒരു റൂമും കൂടെ ഉണ്ട് കേട്ടോ. ആ റൂം ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. അവർ അവിടെ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ കാണിച്ച ഈ റൂമൊക്കെ പോലെ തന്നെയുള്ള ഒരു റൂമും കൂടെ ഉണ്ട്. പിന്നെ താഴെ ബേസ്മെൻ്റ് ഉണ്ട് ആക്ച്വലി. പക്ഷെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബേസ്മെൻറ്റിലോട്ട് എൻട്രൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ബേസ്മെൻറ്റ് കാണാൻ പറ്റില്ല. പിന്നെ ഈ വീടിന് ആറ്റിക്കും കൂടെ ഉണ്ട്. പിന്നെ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു വാഷ്റൂമാണ്. മുകളിലത്തെ നിലയിൽ ഈ വാഷ്റൂം കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ, ഇത് വാഷ്റൂമാണോ, നമുക്കതൊരു എന്താ പറയുക ബെഡ്റൂമൊക്കെ പോലെ തോന്നും. നമുക്ക് ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡിലുള്ള പോലത്തെ ഒരു ഒരു അടിപൊളി ഒരു ബാത്റൂം. കയറുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസറ്റ് ഉണ്ട്. ഇവിടെ ഈ ബാത്റൂമിലൊക്കെ ഇഷ്ടംപോലെ എല്ലാ സാധനങ്ങളും അവർ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സൈഡിൽ ഇരിക്കുന്ന ഒരു പിങ്ക് ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു കബോർഡ് അല്ലെങ്കിൽ ഷെൽഫ് എന്തതിന് പറയുന്ന ഡ്രസ്സിങ് ടേബിൾ എന്താന്ന് വെച്ചാൽ അത് കണ്ടോ, എന്ത് രസം, ഒരു ആൻറ്റിക് മോഡലിലെ ഒരു സംഭവം. അപ്പം ഇത് തുറക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഹെയർ ഡ്രയർ, ഹെയർ സ്ട്രെയിറ്റ്നർ, പിന്നെ അവർ എല്ലാം ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. ഇത് മേക്കപ്പ് റിമൂവർ, അങ്ങനത്തെ മേക്കപ്പ് ഒന്നും നമ്മൾ ഇടാത്ത കാരണം നമുക്കിതൊന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഇത് കണ്ടില്ലേ, ഇത് ഒരു വാഷ്റൂമാണെന്ന് പറയോ, വാഷ്റൂമിൽ പെയിൻറ്റിങ്, നമ്മുടെ ലാമ്പ് എല്ലാം. പിന്നെ ഇവിടെ ഈ ബാത്റൂമിൻ്റെ വിൻഡോയിൽ നോക്കിയാൽ വീണ്ടും നമുക്ക് ആ ഒരു ഫാം ലാൻഡാണ് കേട്ടോ കാണുന്നത്. എനിക്കപ്പം ഈ വീട്ടിലെ ഏറ്റവും എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ബാത്റൂം തന്നെയാണ്. അപ്പം നമുക്ക് കുളിക്കാനായിട്ട് ഈ ഒരു ക്യൂബിക്കിളാണ് കേട്ടോ ഉള്ളത്. അപ്പം എല്ലാം കൊണ്ടും ഈ ഒരു സംഭവം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ശരി ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അല്ല, എൻ്റെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ അല്ല, ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ താമസിച്ച സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം ഞാൻ മുന്നേ എപ്പോഴേ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ വന്ന് താമസിച്ച കാരണം എനിക്ക് നിങ്ങളെയൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പറ്റി. ഇറ്റ് വാസ് എ നൈസ് പ്രോപ്പർട്ടി. പക്ഷേ ഇവിടെയൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് താമസിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് കുറച്ച് അടുത്ത് കുറച്ച് ആൾക്കാരെ കാണണം. ഇങ്ങനെ നമ്മളിത് ഫുൾ ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അടുത്തൊന്നും ഞാൻ പറഞ്ഞില്ലേ ആൾക്കാരും വീടുകളൊന്നുമില്ല. നമുക്ക് വല്ലപ്പോഴും വെക്കേഷനൊക്കെ വന്ന് 1-2 ദിവസമൊക്കെ താമസിച്ചിട്ട് പോകാൻ കൊള്ളാം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങട്ടെ. എല്ലാവരും ഇറങ്ങാനായിട്ട് റെഡി ആവുകയാണ്. സോ ബൈ.